ഹായ്, ഗുഡ് ഈവനിങ്. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞാൻ ഓൾറെഡി ഇന്ന് എല്ലാ ദിവസവും ഫുൾ ലൈവിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നല്ല വൃത്തിയായിട്ട് പ്രൈസ് ആക്ഷൻസ് ഒക്കെ പഠിച്ചില്ലേ. അപ്പോൾ ഒത്തിരി പേർക്ക് അത് ഉപകാരപ്പെട്ടു എന്ന് അത് മനസ്സിലായി. അപ്പം നിങ്ങൾ ഇന്ന് ലൈവിൽ പങ്കെടുത്തവരെല്ലാം ഇന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് എന്നിട്ട് നിങ്ങൾ ലൈവിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് എന്ത് ഗുണമുണ്ടായി, നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ ഇത് കാണുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരിക്കും. പിന്നെ നിങ്ങൾ ലൈവിൽ കാണാൻ പറ്റാത്തവർ ഞാനിതിൻ്റെ അവസാനം ഇത് പിൻ ചെയ്തേക്കാം. നിങ്ങളതൊന്ന് അതുകൂടെ ഒന്ന് കാണാൻ ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ അതിനകത്ത് 2-3 പ്രൈസ് ആക്ഷൻസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ ഒരു ട്രേഡ് എടുക്കണം, എവിടുന്ന് ട്രേഡ് എടുക്കണം എന്നെല്ലാ കാര്യങ്ങളും വൃത്തിയായിട്ട് ഞാനിത് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങളതൊന്ന് കാണാൻ ശ്രമിക്കുക. കണ്ടാൽ അത് നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ നിങ്ങൾക്ക് അത് നന്നായിരിക്കും. ഓക്കെ. അപ്പം പ്രൈസ് ആക്ഷൻസ് എല്ലാം ഓൾറെഡി അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. മാർക്കറ്റ് ഇതുപോലെ തന്നെ നേരെ ചെറിയൊരു ഗ്യാപ്പ് അപ്പ് വന്നു. അതിനുശേഷം നമ്മളിവിടെ കൃത്യമായിട്ട് പ്രൈസ് ആക്ഷൻസ് പറഞ്ഞായിരുന്നു. അതിനുശേഷം മാർക്കറ്റ് നേരെ പതുക്കെ നേരെ എന്ത് ചെയ്തു, താഴോട്ട് വന്നു. നമ്മളിവിടെ ഒരു മർബോസ് സ്റ്റൈൽ പറഞ്ഞായിരുന്നു. ഈ മർബോസ് കണ്ടിട്ട് നമ്മളിവിടെ ട്രേഡ് എടുത്തു. നേരെ മാർക്കറ്റ് താഴോട്ട് വന്നു. എല്ലാം കൃത്യമായി നമ്മൾ പറഞ്ഞ അതുപോലെ തന്നെ മാർക്കറ്റ് കറക്റ്റായിട്ട് വന്ന് എവിടെയാണ് ക്ലോസ് ചെയ്തത് ഞാൻ പറഞ്ഞിരുന്നു. 24,550 ഒരു മേജർ സൈക്കോളജിക്കൽ സപ്പോർട്ടായിരിക്കും. അവിടെ വന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് ഞാൻ ലൈവിൽ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ മാർക്കറ്റ് ഇവിടെ വന്ന് കൺസോളിഡേറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് വലിയ വയലൻ്റ് മൂവുകളൊന്നും ഇല്ലാതെ ഇവിടെ മാർക്കറ്റ് വന്ന് ക്ലോസ് ചെയ്തു ഇല്ലേ. പിന്നെ നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് നോക്കുന്നത്. നാളെ നമുക്ക് ഒത്തിരി പറയാനില്ല. നമുക്ക് നാളെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാളെ നമുക്ക് 24,500 പ്രധാനപ്പെട്ട സപ്പോർട്ട്. 24,500 ഇത് പൊട്ടുവോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. 24,500 പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ യാതൊരു രക്ഷയും കാണത്തില്ല. ഓക്കെ. അപ്പോൾ 24,500 നാളെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് നോക്കുക. ഡേ ക്യാൻഡിൽ 24,500 മുകളിൽ ക്ലോസിങ് കിട്ടണം. കിട്ടിയെങ്കിൽ മാത്രമേ നമുക്കൊരു ഫർദർ അപ്സൈഡ് മൂവ് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ 24,500 നിലനിന്നില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഭീകരമായിട്ടുള്ള ഒരു ഫോള് കാണേണ്ടി വരും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പം മാർക്കറ്റ് ക്ലോസ് ചെയ്തത് 24,548, അതായത് 24,550 തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പം നമുക്ക് ഇതൊരു വലിയ റേഞ്ചായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഈ 24,550 അങ്ങനെ തന്നെ നിന്നോട്ടെ. അതിനുശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇവനെ എടുത്ത് കുറച്ച് മേലോട്ട് പൊക്കി വെക്കാം. ഈ സംഭവം ഈ സപ്പോർട്ട് നമുക്ക് മേലോട്ട് പൊക്കി വെക്കാം. ഇതിനെ പൊക്കിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ നിന്നോട്ടെ. ഓക്കെ. ഇതിങ്ങനെ നിന്നതിന് ശേഷം മാർക്കറ്റ് 25,550 532 25,582 ഇതിനിടയ്ക്ക് മാർക്കറ്റ് നിൽക്കുവാണെങ്കിൽ നമുക്ക് ട്രേഡ് ഇല്ല. ഇത് ഈ നീല ലൈനൂടെ കിടന്നോട്ടെ. പക്ഷേ നമുക്ക് മാർക്കറ്റ് ഇതിനകത്ത് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഇവിടുന്ന് നേരെ തിരിച്ചു വരണം, അല്ലെങ്കിൽ ഇവിടെ ഒന്ന് സപ്പോർട്ട് ഇട്ട് നേരെ തിരിച്ചു പോകണം. ഇതിനകത്ത് നമുക്ക് ട്രേഡ് ഇല്ല. ഓക്കെ. ഇതിന് മുകളിലോട്ട് മാത്രമേ നമുക്ക് ട്രേഡ് ഉള്ളൂ. ഈ 24,600 കട്ട് ചെയ്ത് കളഞ്ഞേക്കാം. 24,600 ഇനിയും വേണ്ട. 24,600 ആവശ്യമില്ല. നമുക്ക് വേണ്ടത് 24,625 നമുക്ക് ഒരു മേജർ സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. 24,625. ഓക്കെ. ഫസ്റ്റ് ടാർഗറ്റ് അതായിരിക്കും. ഇവിടുന്ന് വരച്ചങ്ങ് വെച്ചേക്കാം അല്ലേ. ഇതിന് മുകളോട്ട് ഫസ്റ്റ് ടാർഗറ്റ് ഇങ്ങോട്ട്, ഇത് രണ്ടാമത്തേത്, ഇത് മൂന്നാമത്തേത്, ഇത് നാലാമത്തേത്, ഇത് ഇതാണ് മുകളിലോട്ടുള്ള 4 ടാർഗറ്റ്. ഇതിനകത്ത് നമുക്ക് ട്രേഡ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. അതിനുശേഷം ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും ഫസ്റ്റ് ടാർഗറ്റ്. അല്ല, ഇവിടുന്നേ ഉള്ളൂ താഴോട്ടുള്ള ഫസ്റ്റ് ടാർഗറ്റ്. ഇത് പൊട്ടുവാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു വലിയ പൊട്ടൽ നമ്മൾ കാണേണ്ടി വരും. നമുക്ക് നോക്കാം. നാളെ ഞാൻ വിചാരിക്കുന്നത് മാർക്കറ്റിൽ അപ്സൈഡ് പോകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്നത്തെ ഡാറ്റയൊക്കെ നമ്മുടെ ഇൻലൈൻ ഡാറ്റയാണ് വന്നേക്കുന്ന ഡാറ്റകളൊക്കെ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നാളെ മുകളിലോട്ട് തന്നെ പോകണം. ഇത്ര മതി, ഈ 3 മതി. 24,377. ഓക്കെ.
അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് നമുക്ക് ട്രേഡ് ഇല്ല. ഒന്നുകിൽ ഇവിടുന്ന് ബ്രേക്ക് താഴോട്ട് വരണം, അല്ലെങ്കിൽ ഇവിടെ വന്ന് സപ്പോർട്ട് നേരെ തിരിച്ചു പോകണം. എന്തെങ്കിൽ മാത്രമേ നമുക്ക് നാളെ ട്രേഡ് ഉള്ളൂ. ഇപ്പോൾ ഞാൻ ഇത് നമ്മൾ ഇന്ന് നടത്തിയ ലൈവ് ഞാൻ ഇത് ലാസ്റ്റിൽ ഞാൻ പിൻ ചെയ്തേക്കാം. നിങ്ങളത് കാണാൻ ശ്രമിക്കുക. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അവസാനത്തെ 1 മണിക്കൂറത്തെ എക്സ്പയറി ട്രേഡിൻ്റെ ലാസ്റ്റ് 1 അവറിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് രണ്ടും കാണാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾ കാണുക. ഓക്കെ, കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി ഉപകാരപ്പെടും. അപ്പം വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.